ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും കണ്ണൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യന്നൂരാണുള്ളത്. നല്ല ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ കൂടിയ കിലോമീറ്റർ കുറഞ്ഞ നല്ല വൃത്തി വണ്ടി അല്ലേ. നല്ല ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ഓണത്തിന് കാർ എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ, ഇനോവൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. 100% ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ i20 നോക്കുകയാണെങ്കിൽ 2019 മോഡൽ i20 തരാൻ പോകുന്നത് 5,30,000 രൂപയ്ക്ക്. അതേപോലെ തന്നെ നിങ്ങൾ ഹോണ്ട അമേസ് നോക്കുന്നുണ്ടോ? 2021 മോഡൽ ഹോണ്ട അമേസ് എത്ര കൊടുക്കുക? 6,80,000 രൂപ കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഇനോവ എല്ലാം മോനെ പക്ക കേരള വണ്ടി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇനോവ നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഇവിടെ നടക്കല്ലേ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കാണ്. 1.5 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടുള്ള റീപ്ലേസ്മെന്റ് എന്താ ഡിക്കിന്റെ ഡിക്കി മാത്രമാണുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ പയ്യന്നൂർ കോളേജിന്റെ മൈതാനത്തല്ല, അതിന്റെ തൊട്ടടുത്തുള്ള A1 യൂസർ കാറിൽ ലതീഷേട്ടന്റെ അടുത്താണുള്ളത്. ലതീഷേട്ടൻ നമ്മൾ പൊളിക്കണ്ടേ? ഷുവർ. ചെറിയ കുറഞ്ഞ വണ്ടികളുള്ളൂ. കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 10 വണ്ടിയുള്ളൂ. ഉള്ള വണ്ടി ഞാൻ ഇപ്പം വീഡിയോ ലാസ്റ്റ് ആട്ടോ ഇൻട്രോ എടുക്കുന്നത്. പക്ഷെ ഉള്ള വണ്ടി നല്ല വൃത്തി വണ്ടിയാണ്, കിലോമീറ്ററും കുറവാണ്, നല്ല ക്വാളിറ്റി വണ്ടിയൊക്കെയാണ്. കാരണം നമ്മൾ വണ്ടി ഇവിടുന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടേ വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ കംപ്ലൈന്റ് ആയിട്ടൊന്നും കാര്യമില്ല. കസ്റ്റമർക്ക് 7 തോന്നുന്ന കസ്റ്റമേഴ്സിന് ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് 7 ദിവസം കൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മളെ വാക്കിന് വിശ്വസിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്കിന് കവിഞ്ഞിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെന്റോ എന്തെങ്കിലും ആക്സിഡന്റ് ഹിസ്റ്ററിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഫണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. 7 ഡേയ്സ് റിട്ടേൺ പോളിസി വരെ കൊടുക്കുന്നുണ്ട്. കാരണം ഇവർ പറഞ്ഞത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ. ഓക്കെ, പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്നത് വേറൊരാൾ ഉപയോഗിച്ച വണ്ടിയാണ്, ഫ്രഷ് വണ്ടിയല്ല, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പൊ ഒരു വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഡിഫോൾട്ട് ഉണ്ടാവും. അപ്പൊ അത് പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കൽ നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, ഉത്തരക്ക് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞാൻ പോയി ഒരു കാർ എടുത്ത് പോയി ഞാൻ പെട്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളോട് ഇതാണ് പറയുന്നത്, ആ പെടാതെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെക്ക് ചെയ്യല് 100%. ഞാൻ ഓരോ സ്ഥലത്തുള്ള വീഡിയോസും ഓരോ ഓഫറുകളും കാണിച്ചു തരാണ്. അല്ല, നമുക്ക് ക്വാളിറ്റി തോന്നിയ വണ്ടി മാത്രമേ ഈ ഷോപ്പിന്റെ ഉള്ളിൽ അകത്തേക്ക് കടത്തുള്ളൂ. അതും കിലോമീറ്റർ നമ്മൾ മാക്സിമം 70,000 കിലോമീറ്റർ റേഞ്ച് മാത്രമേ എടുക്കല്ലോ. ഇനോവക്ക് മാത്രമാണ് 1.5 ലക്ഷം 1 ലക്ഷം കിലോമീറ്റർ നമ്മൾ എത്ര ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് എല്ലാവർക്കും വരും. 100%. അതാണ് ഞാൻ ചിലപ്പം എന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടല്ല, വേറെ കണ്ണിൽ പെടാം, അത് പെടാം. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മള് ഇടായിട്ട് പയ്യന്നൂർ കോളേജിന്റെ അടുത്ത് വരുക. അതായത് കറക്റ്റ് പയ്യന്നൂർ കാസർഗോഡ് കണ്ണൂർ നാഷണൽ ഹൈവേയില് പയ്യന്നൂർ കോളേജിന് തൊട്ടടുത്ത് A1 യൂസർ കാറിലുള്ളത്. നമ്പർ എന്തായാലും ലതീഷേട്ടന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് എന്തുണ്ടെങ്കിലും വിളിച്ചോളി. നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. 5 പൊടിപൂരാണ് തന്നെ ബ്രസാണ് തുടങ്ങാം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുതലാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം 2000 അധികം വണ്ടികളും നല്ല ഇയർ കൂടിയ വണ്ടിയാണ്, കിലോമീറ്റർ കുറഞ്ഞ നല്ല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണുള്ളത്. നമ്മൾ ബ്രസറിനാണ് തുടങ്ങാം. 2016 മോഡൽ ZDA ബ്രസ, സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ല. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത് നമുക്ക് 7,30,000 കൊടുക്കാം. 7,30,000 രൂപയ്ക്ക് ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. പ്രൈസ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ ഫൈനലായിട്ട് നമുക്ക് 7,25,000 കൊടുക്കാം. 25. എത്ര ലോൺ കയറും? നമുക്കൊരു 6 ലക്ഷം രൂപ ലോൺ. 6 ലക്ഷം രൂപ. ഒരു 1,25 ഉണ്ടെങ്കിൽ ബ്രസ് ഇവിടെ നടക്കാം. ഓക്കെ, ടാറ്റ നെക്സോൺ വരുന്നുണ്ട്. നെക്സോൺ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2019 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? എക്സം ആണ് വരുന്നത്. KL-5 BR കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കിലോമീറ്റർ എത്ര വരുന്നത്? 47,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? നമുക്ക് ലാസ്റ്റ് 5,60,000 കൊടുക്കാം. 5,60,000. എന്തെങ്കിലും കുറയാണ്ടോ? 5 ലക്ഷം രൂപയ്ക്ക്. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ബ്രസ. ഡീസൽ ആണോ പെട്രോൾ ആണ് വരുന്നത്? ഏതാ മോഡല്? 2021 VXi ഓപ്ഷണൽ വണ്ടി, സിംഗിൾ ഓണർ, അലോയ് വീൽ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ, 39,000 കിലോമീറ്റർ, 4 പുതിയ ടയർ കാര്യങ്ങളിൽ വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഹിസ്റ്ററീസ് ഒന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 8,40,000 കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ ആണോ? ഫൈനൽ. ഇതിലിപ്പം ഒരു ഓഫർ എന്ന് വെച്ചാല് ഓണത്തിന് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഫുൾ ടാങ്ക് ഫ്യൂൽ ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 8,45 അല്ലേ? 8,40 ഫൈനലായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് വരുന്നുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. ഏതാ മോഡൽ വരുന്നത്? 2020 ഓട്ടോമാറ്റിക്. 2020 ഓട്ടോമാറ്റിക് അല്ല വരുന്നത്. റെഡ് കളറാണ്. റെഡ് കളറൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു കളറുമാണ്. ഓഷ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 50,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി, കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 6,40,000 കൊടുക്കാം. 6,40,000. എത്ര ലോൺ കയറും?
നമുക്ക് അറൗണ്ട് ഒരു 5.25 ലോൺ ചെയ്യാം. 5.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ബലോൺ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2021 മോഡൽ സീറ്റ ബലാനോ. സീറ്റ പെട്രോൾ ആണ് വരുന്നത്. 11,000 കിലോമീറ്റർ മാത്രം. വെറും 11,000 കിലോമീറ്റർ. 11,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പ് സീറ്റ ബലാനോ. ഓക്കെ, റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കമ്പനി വാറന്റി എത്ര ഉണ്ട്? 2 വാറന്റി വണ്ടിയാണ്. എത്ര? 2024 ലാസ്റ്റ് വാറന്റി ഉണ്ടല്ലേ. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 7,60,000 കൊടുക്കാം. 7,60,000. എത്ര ലോൺ കയറും? നമുക്ക് അറൗണ്ട് ഒരു 6.25 ലോൺ ചെയ്യാം. 6.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന സെയിം ബലാനോ ആണല്ലോ. ഏതാ മോഡൽ വരുന്നത്? 2021 ആൽഫ. 2021 ആൽഫ ആണ് വരുന്നത്. ഓക്കെ, ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? 44,000. പെട്രോൾ തന്നെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 7,35,000. 7,35,000. ഇന്ന് കുറയാണ്ടോ പ്രൈസ്? ഒരു എണ്ണ അടിച്ചു കൊടുക്കാം, ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചു കൊടുക്കാം, പ്ലസ് ഫൈനലായിട്ട് 7,30. ബാർഗനിങ് പാടില്ലടാ. ഓക്കെ, 7,30,000 ലാസ്റ്റ് ഫൈനൽ ആയിട്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇനി നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ് തന്നെ. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ, 20,000 കിലോമീറ്റർ വണ്ടി. 19-20 രജിസ്ട്രേഷന് വെറും 20,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? സിംഗിൾ ഓണർ. കിലോമീറ്റർ 20,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 6,15,000. 6,15,000. എത്ര ലോൺ കയറും? നമുക്കൊരു 5 രൂപ ലോൺ ചെയ്യാം. 5.25 ലോൺ ചെയ്യാം. 5.25 ഒരു 50,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റോ? ഡിസയർ ആണ് വരുന്നത്. ഡിസയർ എങ്ങനെ ഡീറ്റെയിൽസ്? 2014 മോഡല് സിംഗിൾ ഓൺ 30,000 കിലോമീറ്റർ വേണ്ടി. ഡീസൽ അല്ലേ വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. 2014 സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 30,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 4,35. 4,35,000. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ടൊയോട്ടന്റെ ഗ്ലാൻസ് ഏതാ മോഡൽ വരുന്നത്? 2021 മോഡല് വി ഓപ്ഷൻ ഗ്ലാൻസ, ഫുൾ ഓപ്ഷൻ ഗ്ലാൻസ ഓട്ടോമാറ്റിക്. ബി ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 33,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര? 8,10,000. 8,10,000. ഓക്കെ, ഈ ഒരു ആൾട്ടോ 2021 മോഡല്, സോറി 2020 മോഡൽ ആൾട്ടോ, സിംഗിൾ ഓണർ വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. സോറി, എന്താണ് റീപ്ലേസ്മെന്റ്? ഡിക്കി റീപ്ലേസ്മെന്റ്. ഡിക്കി റീപ്ലേസ്മെന്റ്. കിലോമീറ്ററോ? 50,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഡിക്കി മാത്രം. പ്രൈസ് ആണ് വരുന്നത്? ഫൈനലായിട്ട് ഇത് 3,4 ചെയ്ത് കൊടുക്കാം. 3,4. ഫ്രണ്ട് 2 പുതിയ ടയർ ഇട്ടാ. പുതിയ ടയർ ഫ്രണ്ട് ഇട്ടിട്ടുണ്ട്. റീപ്ലേസ് മറ്റേ ഡിക്കി മാത്രമേ ഉള്ളത്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? എറ്റിയോസ് ലിവ. റീ ആണോ കേരള? ഒറിജിനൽ കേരള. 45,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഓട്ടോ എത്ര പറഞ്ഞത്? 45,000 അല്ലേ? ഡീസൽ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? 7,70,000. എത്ര ലോൺ കയറും? നമുക്ക് അറൗണ്ട് ഒരു 6.25 വരെ ലോൺ ചെയ്തു. 6.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2018 ZX സെലറിയോ. ZX ആണ് വരുന്നത്. 2017 അല്ലേ? 2018. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ. കിലോമീറ്ററോ? 56,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 4,10,000 കൊടുക്കും. 4,10,000. എത്ര ലോൺ കയറും? ലോൺ അറൗണ്ട് നമുക്ക് ഒരു 3.25 ചെയ്തേക്കാം. 3.25 വരെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കിഡ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? കിഡ് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് കിഡ്. 19-20 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് 1000cc. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 22,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 3,90 ചെയ്ത് കൊടുക്കാം. 3,90 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഫുൾ ടാങ്ക് പെട്രോളും കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റൻഡിയോ? 2019 മോഡൽ മാഗ്ന. 2019 മാഗ്ന. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? ഇത് പെട്രോൾ വരുന്നത്? പെട്രോൾ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? 5,30,000. 5,30,000. എത്ര ലോൺ കയറും? 4.25-5 രൂപ ചെയ്ത് കൊടുക്കാം. 5 രൂപ വരെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുള്ള് ക്വാളിറ്റി ഉള്ള വണ്ടികളാട്ടോ. കിലോമീറ്റർ കുറവാണ്, ഇയർ കൂടിയ വണ്ടികളാണ് മാക്സിമം നോക്കുന്നത്. ആ ഒരു സെലറി എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2022 വണ്ടി. 2022 സെലറിയോ. ZXi. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 22,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 5,40,000 കൊടുക്കാം. ഇനി എന്താ പറയോ? ഫൈനലായിട്ട് 5,35. 5,35 കൊടുക്കാം. ഓക്കെ, എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്രെറ്റ 2022 വണ്ടി. 2022 വണ്ടി. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. ഏത് ഓപ്ഷൻ വരുന്നത്? EX ആണ് വരുന്നത്. ഓണർഷിപ്പ് ഡീസൽ അല്ലേ? പെട്രോൾ ആണ് വരുന്നത്. കിലോമീറ്റർ
21,000. 21,000 റീപ്ലേസ് വരുന്നുണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് അത്യാവശ്യം നല്ല ഇന്ത്യയിലും സീറ്റ് കവർ ഷോറൂം ക്വാളിറ്റി എങ്ങനെ അത് തന്നെ. പുതിയ ടയർ തന്നെയാണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത് ഇത് ഏകദേശം ഇവിടുത്തെ റേറ്റ് വരുന്നത് 11,60. കമ്പനി ഷോറൂം റേറ്റ് വരുന്നത് 14,300 വരുന്നത്. 14,300 വരുന്നുണ്ട്. 11,60 ഇവിടുത്തെ റേറ്റ് അല്ലേ? ഓക്കെ. ഈ ഒരു വണ്ടി ഏതാണ്? അമേസ് ഏതാ? ഡീസൽ ആണോ പെട്രോൾ ആണ്? റിയാണോ കേരള ആണോ? ഒറിജിനൽ കേരള വണ്ടി. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? 48,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? ഇത് ഫൈനലായിട്ട് നമുക്ക് 6,85,000 ഇവിടുന്ന് മാർക്കറ്റിംഗ് അല്ലേ? 6,85,000 രൂപ ഫൈനലായിട്ട്. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഡിസൈറോ? 2021 വണ്ടി. 2021 ഡീസൽ അല്ലേ? പെട്രോൾ അല്ല, 2021 പെട്രോൾ. ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? 50,000. റീപ്ലേസ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ 600 രൂപേനെ ക്ലെയിം മാത്രമേ കമ്പനി എടുത്തിട്ടുള്ളൂ. അത് മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. കമ്പനിന്ന് എടുത്ത മെയിൻ ഗ്ലാസ് ആണല്ലേ? ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 6,65. 6,65 ഇത് ടയർ ആവറേജ് ആണ്. ടയർ കംപ്ലീറ്റ് 4 പുതിയ ടയർ ഇട്ട് കൊടുക്കും. 6,65 പുതിയ ടയർ ഇട്ട് കൊടുക്കും അല്ലേ? ഓക്കെ. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഡിസൈറോ? 2017 വണ്ടി. 2017 ഒരു മെറൂൺ കളർ അല്ലേ? ഒരു അങ്ങനെ കാണാത്തൊരു കളറല്ലേ? 2017 വണ്ടി. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? 65,000. റീപ്ലേസ് വരുന്നുണ്ടോ? ഒന്നുമില്ല. ഇന്ത്യയിലെ അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് ഫൈനലായിട്ട് 5,30,000 കൊടുക്കാം. 5,30,000 കൊടുക്കാം. എത്ര ലോൺ കയറും? അറൗണ്ട് ഒരു 4,300 ലോൺ ചെയ്ത് കൊടുക്കാം. 4,300 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2010 വണ്ടി. 2010 വണ്ടി. ഓൺഷിപ്പ് വരുന്നത്? ഇത് കേസ് തേർഡ് ഓൺഷിപ്പ്. 2010 തേർഡ് ഓൺഷിപ്പ്. ഡീസൽ അല്ലേ വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. കിലോമീറ്റർ വരുന്നത് 85,000. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 1,85,000 കൊടുക്കാം. 1,85,000. 2010 സ്വിഫ്റ്റ് പെട്രോൾ 1,85,000 കൊടുക്കാം. ആ ഒരു സാൻഡ്രോ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2021 സാൻഡ്രോ. 2021 സാൻഡ്രോക്ക് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്നുണ്ടോ അല്ലേ? 2021 സാൻഡ്രോ 60,000 കിലോമീറ്റർ. വെറും 60,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. എക്സ്റ്റൻഡഡ് വാറണ്ടി വണ്ടി. എത്ര വരെ ഉണ്ട്? 25 വരെ വാറണ്ടി. 2025 വരെ ഉണ്ട്. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ കൊടുക്കാം. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഐറ്റന്റെയോ? 19 വണ്ടി. 2019 ഏതാ ഓപ്ഷൻ വരുന്നത്? സ്പോർട്സ് പെട്രോൾ അല്ലേ വരുന്നത്? ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ്. 2 ഫ്രണ്ട് 2 പുതിയ ടയർ. കമ്പനി സർവീസ് വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് 6,30,000 കൊടുക്കാം. 6,30,000 കൊടുക്കാം. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2016 വണ്ടി. 2016. ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. ഏതാ ഓപ്ഷൻ വരുന്നത്? VXI പെട്രോൾ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 44,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. നല്ലൊരു റെഡ് കിളിയല്ലേ? പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 4,90,000 കൊടുക്കാം. 4,90,000. എത്ര ലോൺ കയറും? നമുക്കൊരു 4,300 ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പം തന്നെ നോക്കിയത് ഒരു ഇന്നോവ ആണ്. ഇന്നോവ V ഓപ്ഷൻ ആണ് വരുന്നത്. പക്ക കേരള വണ്ടി ആണെങ്കിലും ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക ആണ്. ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. കംപ്ലീറ്റ് വേറെ മേജർ ആക്സിഡന്റ്സോ ഹിസ്റ്ററീസോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഇന്നോവ നല്ലൊരു വണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പക്ക കേരള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഏതാ മോഡൽ വരുന്നത്? 2012 മോഡൽ. 2013 രജിസ്ട്രേഷൻ. 12-13 രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എവിടെ വരുന്നത്? കാസർഗോഡ്. ഫാൻസി നമ്പർ ട്രിപ്പ്. ഫാൻസി നമ്പർ ആട്ടോ വരുന്നത്. 2222 അല്ലേ? ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? 1,50 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇതിൽ ബാക്ക് ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കത്തെ ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 9,40,000. 9,40,000. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ചെറിയൊരു മാറ്റം ചെയ്തു. ഇതിലൊക്കെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കൂലേ? ചെയ്ത് കൊടുക്കാം. അതല്ലേ പറഞ്ഞു. വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ പാലിക്കണം അല്ലേ? ഓക്കെ. ലാസ്റ്റ് ഫൈനലി നമുക്ക് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ 9,35 ചെയ്ത് കൊടുക്കാം. 9,35. എത്ര ലോൺ കയറും? നമുക്കൊരു 8.5 വരെ ചെയ്തു. 8.5 വരെ. ഒരു 12-13 വണ്ടി ആയതുകൊണ്ട് മാക്സിമം 3 വർഷത്തേക്ക് ഫണ്ടിങ് കൊടുക്കുള്ളൂ. അത് അപ്പൊ അത്യാവശ്യം നല്ലൊരു EMI ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് കണക്കാക്കിട്ട് എടുക്കാം. റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ അത്രക്കും നല്ലത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മള് അഡ്വാൻസും കാര്യങ്ങളും തന്നിട്ട് പിന്നെ കുഴപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 വണ്ടി. സിംഗിൾ ഓണർ. 55,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5 പുതിയ ടയർ കാര്യങ്ങളുള്ള വണ്ടി. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്?
പ്രൈസ് നമുക്ക് ഫൈനലായിട്ട് 6 രൂപയ്ക്ക് കയറുക. 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? നമുക്ക് ഫുള്ള് ലോൺ മാക്സിമം നോക്കാം, അല്ലെങ്കിൽ ഒരു 5.5-5.25 വരെ ചെയ്ത് കൊടുക്കാം. ഒരു 50,000 ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇവിടെ നിൽക്കാം. 2020 മോഡൽ ഒരു ചെറിയൊരു ഓട്ടമുള്ള വണ്ടി ഇവിടെ നിൽക്കാം. ഓക്കെ, ഈ ഒരു വാഗനർ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2018 വണ്ടി VXI. 2018 VXI വാഗനർ. ഓൺഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 30,000 കിലോമീറ്റർ. കമ്പനി സർവീസ് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. പക്കാണ്, ക്വാളിറ്റി വണ്ടിയാണ്. പ്രൈസ് ആണ് വരുന്നത് 4,35,000. 4,35,000. എത്ര ലോൺ കയറും? നമുക്ക് 3.25 ലോൺ ചെയ്യാം. 3.25 ലോൺ. 3.25 ലോൺ ചെയ്യാം. ഓക്കെ, ആ ഒരു ഇന്നോവ കൊടുക്കാനുള്ളതാണോ? അല്ല, നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ചെറിയ കിലോമീറ്ററും അതുപോലെ തന്നെ നല്ല ഇയർ കൂടിയ വണ്ടികളാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ പെട്രോൾ ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് പയ്യന്നൂർ കോളേജിന്റെ അടുത്താണ്. പയ്യന്നൂർ കോളേജ് നമ്മളെ തട്ടത്തിമറയത്തിൽ മറ്റേ നിവിൻ പോളി പറഞ്ഞ ആ ഒരു കോളേജിന്റെ തൊട്ടടുത്തല്ലേ വരുന്നത്? നാഷണൽ ഹൈവേന് മുമ്പിൽ, പയ്യന്നൂർ കണ്ണൂർ കാസർഗോഡ് കണ്ണൂർ റൂട്ടില് നാഷണൽ ഹൈവേന് മുമ്പിലായിട്ട്. നാഷണൽ ഹൈവേന്റെ മുന്നിൽ പയ്യന്നൂർ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ A1 യൂസ്ഡ് കാറാണ് വരുന്നത്. അപ്പൊ എന്തായാലും ലതീഷ് ചേട്ടന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട. നല്ല ക്വാളിറ്റി വണ്ടി നോക്കുന്നവർക്കുള്ള ഒരു സുവർണ്ണ അവസരമായിരിക്കും ഈ ഒരു ഓണത്തിന്. എന്തായാലും കാർ എടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ ടാങ്ക് പെട്രോളും ഫ്രീ ആയിട്ട് തരുന്നതാണ്.